ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്. ഞാൻ ബിജു കൃഷ്ണൻ, FC രജിസ്റ്റേർഡ് മോർഗേജ് അഡ്വൈസർ. എല്ലാവർക്കും 2026 എല്ലാവിധ ന്യൂ ഇയർ ആശംസകളും. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് പലരും എന്നോട് ചോദിക്കുന്ന ചോദ്യമാണ്, നമ്മൾ ഇംഗ്ലണ്ടിൽ വില്ല് എഴുതേണ്ട ആവശ്യകതയുണ്ടോ എന്നതിനെക്കുറിച്ച്. ഞാൻ ഇംഗ്ലണ്ട് എന്ന് പറയാൻ കാരണം ഇംഗ്ലണ്ടിൽ സ്കോട്ട്ലൻഡിലേക്ക് ഡിഫറൻറ്റ് റൂളാണ്. അതുകൊണ്ടാണ് ഇംഗ്ലണ്ടിൻ്റെ കാര്യങ്ങൾ മാത്രം എടുത്തുകൊണ്ട് സംസാരിക്കുന്നത്. സ്കോട്ട്ലൻഡിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീണ്ടും അതിനെക്കുറിച്ചും പറയാം. നമ്മൾ വില്ല് എഴുതി വെച്ചിട്ടില്ലെങ്കിൽ കൂടി നമ്മൾക്ക് നമ്മളെ പ്രോപ്പർട്ടി, നമ്മൾ മോർഗേജ് എടുത്ത് വീടൊക്കെ എടുത്തിട്ടുണ്ട്, നമ്മൾക്ക് വില്ല് എഴുതി വെച്ചിട്ടില്ലെങ്കിലും അത് നമ്മളെ നെക്സ്റ്റ് ഓഫ് കിന്നിന് കിട്ടാനുള്ള എല്ലാ പോസിബിലിറ്റിയും ഉണ്ട്. പക്ഷേ എന്താണ് പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ, ഇവിടുത്തെ പ്രൊസീജിയർ പ്രകാരം നമുക്ക് ഒരു കോർട്ട് ഓർഡറും കാര്യങ്ങളൊക്കെ വന്ന് നമ്മൾക്ക് ആ പ്രോപ്പർട്ടി കിട്ടണമെങ്കിൽ ലെങ്തി പ്രൊസീജിയറിലേക്ക് എത്താം, ഒരുപക്ഷെ ലോങ് ടൈമിലേക്ക് നമുക്ക് എത്താം. അതുകൊണ്ട് ഏറ്റവും ബെസ്റ്റ് പ്രാക്ടീസ്, നമ്മളൊരു വീടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, നമുക്ക് ചെറിയ കുട്ടികളൊക്കെ ഉണ്ട്, നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ചെയ്തു വെക്കേണ്ടതാണ് വില്ല്. പലപ്പോഴും ആൾക്കാർ വില്ലിനെ കുറിച്ച് സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട്. എനിക്ക് പറയാനുള്ളത്, വില്ലിനേക്കാൾ ഏറെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ലാസ്റ്റിംഗ് പവർ ഓഫ് അറ്റോർണി എഴുതി വെക്കേണ്ടതിനെയും കൂടി ആവശ്യകത നമ്മളെല്ലാവരും ഉണ്ട്. അപ്പോൾ ഞാൻ എന്താണ് വില്ല് എഴുതുന്നതിനെ കൊണ്ട്, അല്ലെങ്കിൽ വില്ല് എഴുതാതിരുന്ന എന്ത് സംഭവിക്കും, വില്ല് എഴുതി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ച് ഒരു ചെറിയ ഔട്ട്ലൈൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മൾ ഇംഗ്ലണ്ടിലാണെങ്കിൽ നമ്മൾ വില്ല് എഴുതിയിട്ടില്ല എന്ന് കരുതുക. അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ മരിക്കുകയാണെങ്കിൽ നമ്മുടെ സ്വത്തിൻ്റെ 3,22,000 പൗണ്ട് വരെ വാല്യൂ ഉള്ള പ്രോപ്പർട്ടി ആണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി നമ്മളെ പാർട്ട്ണർക്ക്, നമ്മളെ മാരീഡ് പാർട്ട്ണർക്ക്, നമ്മളെ മാരീഡ് ആയിട്ടുള്ള പാർട്ട്ണർക്ക് നമുക്ക് 3,22,000 പൗണ്ട് വരെയുള്ള സ്വത്ത് ഓട്ടോമാറ്റിക്കലി നമ്മളെ പാർട്ട്ണർക്ക് പോകും. അതിനുശേഷം വരുന്ന സ്വത്തിൻ്റെ 50% നമ്മളെ പാർട്ട്ണർക്ക് പോകും. ബാക്കിയുള്ള 50% നമ്മളെ കുട്ടികൾക്കാണ് പോകുക. പക്ഷേ എവിടെയാണ് പലപ്പോഴും നമ്മൾ വില്ല് എഴുതി വെക്കേണ്ട ആവശ്യകത? നമുക്ക് സാധാരണ നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത്, നമുക്ക് രണ്ടുപേർക്ക്, നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു നമ്മളെ വൈഫിന് അല്ലെങ്കിൽ പോകണം, വൈഫിന് എന്തെങ്കിലും സംഭവിച്ച ഹസ്ബൻഡ്, നമുക്ക് രണ്ടുപേർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മളെ കുട്ടികൾക്ക് പോകണമെന്നൊക്കെയാണ് നമ്മൾ ആഗ്രഹിച്ചെല്ലാം ചെയ്തു വെക്കാറ്. ചിലതെങ്കിലും പ്രോബ്ലം, ഇംഗ്ലണ്ടിൽ നമ്മളൊരു ഒരാളൊരു മാരേജ് ചെയ്യേണ്ടി വന്നു, അത് കഴിഞ്ഞ് രണ്ടാമതായാലും ഏതെങ്കിലും ഒരു കാര്യം വില്ല് എഴുതിയതിന് ശേഷം അയാൾ ഒരു മാരേജ് ചെയ്യുകയാണെങ്കിൽ അയാൾ എക്സിസ്റ്റിംഗ് വില്ല് കംപ്ലീറ്റ്ലി റിവോക്ക് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതായത് ഒരു മാരീഡ് കപ്പിൾ, അതിലൊരാൾ മരിച്ചു, ഭർത്താവ് മരിച്ചു എന്ന് കരുതിയ ഭാര്യയും 2 കുട്ടികളുമുണ്ട്. നാളെ ഈ വൈഫ് രണ്ടാമതൊരു മാരേജ് ചെയ്യുകയാണ്. ആ രണ്ടാമത് മാരേജ് ചെയ്യുകയാണെങ്കിൽ പിന്നീട് ഈ പ്രോപ്പർട്ടിയുടെ മുകളിലുള്ള അവകാശം ഉണ്ടാകുന്നത് യഥാർത്ഥത്തിൽ അവരുടെ പ്രോപ്പർട്ടി എന്താണോ അത് ആ 2 പുതിയ ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ പേരിലായിരിക്കും ഉണ്ടാവുക. നാളെ ആ വൈഫ് മരിച്ചു കഴിഞ്ഞാൽ ഈ പ്രോപ്പർട്ടി ഓട്ടോമാറ്റിക്കലി പുതുതായിട്ട് വന്ന ഹസ്ബൻഡിനോ അല്ലെങ്കിൽ നാളെ അവരുടെ കുട്ടികളിലേക്കോ വേണമെങ്കിൽ പോകാം. അപ്പം നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അതിന് പകരം നമ്മൾ വില്ല് എഴുതി നമ്മൾ കൃത്യമായിട്ട് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ പ്രോപ്പർട്ടി പോകേണ്ടത് എന്ന് എഴുതി വെക്കുന്നത് നല്ലതാണ്. രണ്ടാമത്, നമ്മളെ കുട്ടികൾ, 18 വയസ്സിന് താഴെയുള്ള നമ്മളെ കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളെ ഗാർഡിയൻഷിപ്പ് ആരാണ് തീരുമാനിക്കുന്നത്? ഇവിടുത്തെ ഇത് പ്രകാരം കോർട്ട് ഓർഡർ പ്രകാരമാണ് തീരുമാനിക്കുക. ഏറ്റവും കൂടുതൽ കുട്ടികൾ സേഫായിരിക്കുന്ന, ഏറ്റവും കൂടുതൽ സെക്യൂർ ആയിരിക്കുന്ന സ്ഥലം ഏതാണെന്ന് നോക്കിക്കൊണ്ടാണ് അവർ കുട്ടികളെ ഗാർഡിയൻഷിപ്പ് നൽകുക. അപ്പോൾ നമ്മുടെ കുട്ടികൾ, നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു, നമ്മളെ കുട്ടികൾ 18 വയസ്സിന് താഴെയുള്ള കുട്ടികളുണ്ട്, ആ കുട്ടികളെ കാര്യങ്ങൾ എങ്ങനെ പോകണം എന്നൊക്കെയുള്ളതെങ്കിൽ നമ്മൾ വില്ല് എഴുതി വെക്കുന്നത് വളരെ നല്ലത് തന്നെയാണ്. നമ്മൾ പ്രത്യേകിച്ച് വീടെടുത്തു, നമ്മൾ ഈ നാട്ടിൽ സ്ഥിരമായിട്ട് താമസിക്കാൻ പോകുന്ന സമയത്ത് വില്ല് എഴുതി വെക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എഴുതി വെക്കുന്നത് നല്ലതാണ്. പിന്നെ ഇനി നമ്മൾക്ക് നമ്മളതല്ലാതെ വേറെ ഏതെങ്കിലും സ്ഥലങ്ങൾ, നമ്മളെ വീടിൻ്റെ അകത്തുള്ള അവകാശങ്ങൾ വേറെ വല്ലവർക്കൊക്കെ പോകണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു 5% നമുക്ക് ഇന്ന പോലെ പോകണം എന്നൊക്കെ ഉണ്ടെങ്കിൽ വില്ല് എഴുതി വെക്കുന്നത് നല്ലത് തന്നെയാണ്. ഓക്കെ. ഇനി ഇതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു സാധനമാണ് പവർ ഓഫ് അറ്റോർണി, ലാസ്റ്റിംഗ് പവർ ഓഫ് അറ്റോർണി. എന്താണ് ലാസ്റ്റിംഗ് പവർ അറ്റോർണി? ഒരാളെ വില്ലെന്ന് പറഞ്ഞാൽ അത് വർക്ക് ചെയ്യുന്നത് ഒരാൾ മരിച്ചതിന് ശേഷം മാത്രമാണ് വില്ല് വർക്ക് ചെയ്യുന്നത്. എന്നാൽ ലാസ്റ്റിംഗ് പവർ ഓഫ് അറ്റോർണി ആണോ LPA അല്ലെ ലാസ്റ്റിംഗ് പവർ ഓഫ് അറ്റോർണി എപ്പോഴാണ്? നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മളെ വിഷൻ അനുസരിച്ച് പ്രവർത്തിക്കുന്നതാണ് ലാസ്റ്റിംഗ് പവർ ഓഫ് അറ്റോർണി. നാളെ അൺഫോർച്ചുനേറ്റ്ലി നമുക്കൊരു സ്ട്രോക്ക് വന്നു, അല്ലെങ്കിൽ നമ്മളൊരു കംപ്ലീറ്റ്ലി മെൻ്റൽ ഡിസേബിൾ ആയി പോവുകയാണ്, അല്ലെങ്കിൽ നമ്മളൊരു ഡിമെൻഷ്യയിലേക്ക് വരികയാണ്, അല്ലെങ്കിൽ അൾഷിമേഴ്സിലേക്ക് നമുക്ക് എത്തുകയാണ്. നമ്മുടെ പേരിൽ എന്തൊക്കെ പ്രോപ്പർട്ടിയോ അല്ലെങ്കിൽ സ്വത്തോ ബാങ്കിൽ അക്കൗണ്ടോ കാര്യങ്ങളോ എന്തൊക്കെയുണ്ടോ ഇതൊന്നും തന്നെ നമ്മൾക്ക് നമ്മളെ പാർട്ട്ണർക്കോ നമ്മളെ ഭാര്യയോ ഭർത്താവോ അല്ലെങ്കിൽ നമ്മളെ കുട്ടികൾക്കോ ആർക്കും തന്നെ നമ്മളെ ബന്ധുക്കൾക്ക് നേരിട്ട് കൈകാര്യം ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാവില്ല. അവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടിയാണ് ലാസ്റ്റിംഗ് പവർ ഓഫ് അറ്റോർണി. നമ്മൾ ജീവിച്ചിരിക്കുന്ന നമ്മളെ വിഷയങ്ങൾക്കനുസരിച്ച്. നാളെ ഇപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി എനിക്കൊരു സ്റ്റോക്ക് വന്നു. അപ്പം എനിക്ക് സ്റ്റോക്ക് വന്നതിന് ശേഷം എൻ്റെ ബാങ്കിലൊരു പൈസ ഉണ്ടെങ്കിൽ അതിൻ്റെ വൈഫിന് നേരിട്ട് ആക്സസ് ചെയ്യാൻ പറ്റില്ല. അവർ കോർട്ട് ഓർഡർ വാങ്ങിയിട്ട് വരണം. അവർ കോർട്ട് പ്രൊട്ടക്ഷൻ കിട്ടി വരണമെങ്കിൽ ഏകദേശം ഒരു 6 മാസം തൊട്ട് 1 വർഷം വരെ ടൈം എടുത്തേക്കാം. 2,000 തൊട്ട് 5,000 പൗണ്ട് വരെ ചാർജുകൾ വന്നേക്കാം. അപ്പം നമ്മൾ ഓരോ വ്യക്തിയും UK ആൾക്കാർ വളരെ ഇമ്പോർട്ടൻ്റ്, വില്ലിനേക്കാൾ ഏറെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ചെയ്തു വെക്കേണ്ട ഒരു കാര്യമാണ് പവർ ഓഫ് അറ്റോർണി. നാളെ നമുക്ക് എന്തെങ്കിലും വരുന്നു, എനിക്ക് എൻ്റെ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ എൻ്റെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കേണ്ടത് എൻ്റെ വൈഫാണെന്ന് എനിക്ക് എഴുതി വെക്കാം. അല്ലെങ്കിൽ എനിക്ക് അതിൻ്റെ 18 വയസ്സിന് മുകളിലുള്ള കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടികളാണ് ചെയ്യേണ്ടത് കാര്യങ്ങളെന്ന് നമുക്ക് എഴുതി വെക്കാം. ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു കാര്യമാണ്. അത് പവർ ഓഫ് അറ്റോർണി എഴുതുന്ന സമയത്ത് നമ്മളെ വെൽത്തും ഫൈനാൻഷ്യൽ ലെവലിലുള്ള കാര്യങ്ങൾ, ഹെൽത്തും വെൽത്തും നമുക്ക് എഴുതി വെക്കാൻ പറ്റും. നമ്മൾ നേഴ്സിംഗ് ഫീൽഡിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ, നിങ്ങൾക്ക് ഹോസ്പിറ്റലൊക്കെ അറിയായിരിക്കും, നിങ്ങളുടെ പേഷ്യൻ്റൊക്കെ വന്നു കഴിഞ്ഞാൽ അവർ പലപ്പോഴും ചോദിക്കുന്ന ചോദ്യം പവർ ഓഫ് അറ്റോർണി ഉണ്ടോ എന്ന് ചോദിക്കുന്നത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടാവും. കാരണം ഈ പവർ ഓഫ് അറ്റോർണിക്ക് കാര്യങ്ങൾ തീരുമാനിക്കാൻ പറ്റുള്ളൂ.
അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് പ്രായങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നു, ഇവിടെ വീടുകൾ, കാര്യങ്ങൾ, സ്വത്ത് കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് ഈ ലാസ്റ്റിംഗ് പവർ ഓഫ് അറ്റോർണിയും കൂടി എഴുതി വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അപ്പം ഇതൊക്കെയാണ് വില്ലും പവർ ഓഫ് അറ്റോർണി. അപ്പോൾ നമ്മൾ ഒന്നുകൂടി ഓർമ്മിക്കുന്നത്, ഈ ചെയ്യുവാണെങ്കിൽ 3,22,000 പൗണ്ട് വരെ വാല്യൂ ഉള്ള വീട് നമ്മൾക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ സ്പോസിന് നമുക്ക് കിട്ടുന്നുണ്ട്. 3,22 മുകളിൽ വരുന്നതാണെങ്കിൽ നമ്മൾ ചെന്ന്, ഇപ്പോൾ നമുക്ക് 5 ലക്ഷം ആണ് ഉള്ളതെങ്കിൽ 3,22 വരെ നമ്മുടെ ഭർത്താവിനോ ഭാര്യയ്ക്കോ അവർക്ക് പോവും. ബാക്കിയുള്ള 50% അവർക്ക് പോവും. ബാക്കിയുള്ള 50% നമ്മുടെ കുട്ടികൾക്കാണ് പോവുക. ഇതാണ് ഇംഗ്ലണ്ടിലെ റൂൾസും കാര്യങ്ങളും. അപ്പം നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, നിങ്ങൾക്ക് വില്ല് എഴുതാനുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ ലാസ്റ്റിംഗ് പവർ ഓഫ് അറ്റോർണി എഴുതാനുണ്ട് എന്ന കാര്യങ്ങളുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാം. ഞങ്ങളുടെ ടെലിഫോൺ നമ്പർ 07859999893. നമ്മൾ ഇത് മാത്രമല്ല, നമ്മൾക്ക് എല്ലാവിധ മോർഗേജ് സർവീസ് നമ്മൾ ചെയ്യുന്നുണ്ട്. നമുക്ക് എല്ലാവിധത്തിലുള്ള ഇൻഷുറൻസ് പ്രൊട്ടക്ഷൻ സർവീസൊക്കെ നമ്മൾ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് നമ്മുടെ സർവീസോ കാര്യങ്ങളോ ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഒരിക്കൽ കൂടി താങ്ക്സ് ഫോർ വാച്ചിങ് മീ. ബൈ, ഗുഡ് നൈറ്റ്.